എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഇത് ഐഫോൺ വാങ്ങിച്ചാളാ? ഐഫോൺ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ഒരു 10-12,000 രൂപയാണ് പുള്ളിക്കുള്ള ശമ്പളം. അപ്പോൾ 58,000 രൂപയ്ക്ക് ഐഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ പുള്ളി പോയിട്ട് ലോൺ എടുത്തിട്ട് ഐഫോൺ വാങ്ങാൻ തീരുമാനിച്ചു. വീട്ടിലും പറഞ്ഞപ്പോൾ വീട്ടുകാർക്കും അറിയാം ഇദ്ദേഹത്തിന് ഭയങ്കര പണ്ടേ ഉള്ള ആഗ്രഹമാണ്. അപ്പോൾ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ഐഫോൺ ഫാനാണ് പുള്ളി, ഫാനാണ്. അപ്പോൾ 12,000 രൂപ ശമ്പളമുള്ള ആൾക്ക് 58,000 രൂപ ഐഫോൺ വാങ്ങാനായിട്ട് 8,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണം. അപ്പോൾ ആ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു. 8,000 രൂപ എങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചിട്ടായി ഡൗൺ പേയ്മെൻറ്റ് അടച്ച് 50,000 രൂപ ലോൺ എടുത്തു. ഈ 50,000 രൂപ ലോണിന് 5,800 രൂപയാണ് EMI. എന്ന് വെച്ചാൽ 10 മാസം കൊണ്ട് അടച്ചു തീർക്കണം. അപ്പോൾ 10 മാസം കൊണ്ട് അടച്ചു കയറുമ്പോൾ 58,000 രൂപ അടയ്ക്കണം. എന്ന് വെച്ചാൽ 8,000 രൂപ പലിശയും കൊടുക്കണം. അപ്പോൾ 50,000 രൂപയ്ക്ക് 8 രൂപ പലിശ കൊടുക്കാന്ന് വെച്ചാൽ 16% പലിശ. അത് പോട്ടെ, 16% പലിശയും കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഫോൺ പുള്ളി എടുത്തത്. അപ്പോൾ ഫോണൊക്കെ എടുത്ത് ആൾക്ക് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ആള് ഗുരുവായൂർ പോയപ്പോൾ ഇത് ഫോൺ മറ്റേ ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെച്ചു. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഫോൺ ഉണ്ടായില്ല, കട്ടുപോയി. 2 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ലോണിലുള്ള ഐഫോൺ കട്ടുപോയി. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഗുരുവായൂരിന്ന് ഒരു ഐഫോൺ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് പറയാം. അപ്പോൾ അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോ കാണിച്ചാലും മതി പോലീസുകാരെ. അപ്പോൾ അങ്ങനെയെങ്കിലും ഞാൻ പറയായിരുന്നു, ഒന്നിരുന്ന് പ്രാർത്ഥിക്കുക അത് കിട്ടിക്കോട്ടെ. അപ്പോൾ 2 മാസം ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ഐഫോൺ പോയി. ഇപ്പോൾ പുള്ളി EMI അടച്ചുകൊണ്ടിരിക്കുക. കട്ടുപോയി ആറ്റുതോറ്റ് ലോൺ എടുത്ത് വാങ്ങിയ ഐഫോൺ അത് 2 മാസത്തിനുള്ളിൽ പോയി. ഇനി 6 മാസം കൂടി, ഇനി 5 മാസം 6 മാസം കൂടി അടച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ലോൺ തീരുള്ളൂ. പുള്ളിയുടെ ഫോണും പോയി. ആളാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര വിഷമിച്ചിരിക്കുക. എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായിരിക്കണം സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വലിയ വർത്തമാനം പറയാം. അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞ് വിഷമിക്കേണ്ടതാണ്, നമുക്ക് അടുത്ത ഐഫോൺ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ല, എനിക്കിത് ഇനി അടച്ചേ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിയും പറഞ്ഞ കാര്യം വെച്ചാൽ, അപ്പോൾ എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട്, അവന്മാരെല്ലാവരും പറഞ്ഞത് ഇവന് ഭയങ്കര അമിത ചെലവാണെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ വിഷമത്തിൽ പിന്നെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഈ പഹയനും പറഞ്ഞ കാര്യം തന്നെ, എനിക്ക് എപ്പോഴും വീട്ടുകാരും ഇത് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ അല്ലെങ്കിൽ കിട്ടുന്ന കാശ് മൊത്തം എടുത്ത് തീർക്കോത്തേ. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് ഫോണായിട്ടെങ്കിലും 5,800 ഉണ്ടായിക്കോട്ടെ എന്ന് അടച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലുള്ളൂ. ഇത് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഒന്നും വേണ്ട. ഒരു സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5,800 രൂപ സേവ് ചെയ്യാൻ കഴിവ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ പൈസ എടുത്ത് SIP തുടങ്ങുക. എന്നിട്ട് ഒരു വർഷം അടയ്ക്കും. 1 വർഷം അടച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 10,000-60,000 രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടൊരു 12,000 രൂപ ഫോൺ വാങ്ങുക. എന്നിട്ട് ബാക്കിയുള്ള പൈസയും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഈ 5,000-5,800 അടച്ചുകൊണ്ടിരിക്കും. ഒരു 2-3 വർഷം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ തന്നെ ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപയാവും. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ നമ്മളറിയാതെ പിന്നെ നമ്മുടെ സാലറി ഹൈക്കും എല്ലാവരും വരുമല്ലോ. അത് കൂട്ടി അടച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. എന്നിട്ട് ഈ ഒരു 12,000 രൂപയുടെ ഫോൺ ഒരു 2-3 വർഷം കൊണ്ട് കിടക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്കറ്റ് കിട്ടുമ്പോൾ ഓരോ പ്രാവശ്യം ഈ അടുത്ത ഫോൺ വാങ്ങാനുള്ള പൈസ ഇതിൽ നിന്ന് ലാഭമായിട്ട് കിട്ടിയിട്ട് വാങ്ങാൻ പറ്റും. ഇങ്ങനെയെങ്കിലും ഓരോരുത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഫോണൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ, EMI ഒക്കെ എടുത്ത് വാങ്ങുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, എനിക്ക് ഇത്രയും പൈസ എൻ്റെ ശമ്പളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാനുള്ള കഴിവുണ്ടെന്നുള്ളൊരു ഒരു കഴിവ് അവർ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ആ ചിലവിൽ ജീവിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ഇയാൾക്ക് EMI ഇല്ലെങ്കിൽ ആ പൈസ എങ്ങനെയും അടിച്ചു പൊളിച്ച് 12,000 രൂപ ശമ്പളം ഉള്ളവൻ 5,800 രൂപ മാറ്റി കഴിഞ്ഞാൽ ബാക്കി വളരെ കുറച്ച് പൈസ, പക്ഷെ എന്നിട്ട് അത് അദ്ദേഹം ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്തിനീ EMI എന്നുള്ള റീസണിന് വേണ്ടിയിട്ട് മാത്രം സേവ് ചെയ്യണം. EMI ഇല്ലാത്തപ്പോഴും ആ പൈസ ഒന്ന് SIPയിൽ അടയ്ക്കൂ. എന്നിട്ട് ആ പൈസ ഒന്ന് അക്യൂമുലേറ്റ് ചെയ്തിട്ട് 1-2 ലക്ഷം വരുമ്പോൾ 1-2 ലക്ഷം വരും ഒരുമിച്ച് പൈസ എടുത്ത് വാങ്ങല്ലേ വേണ്ടത്. അതിൽ നിന്ന് ഒരു 10% എടുത്ത് ഫോൺ വാങ്ങിക്കാം. കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, എനിക്ക് 12,000 രൂപ ശമ്പളം ഉള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് 12,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 12,000 രൂപ കൂടുതൽ ഫോൺ ഉപയോഗിക്കാനുള്ള അർഹത ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളല്ലാന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 2 വർഷമൊക്കെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അടുത്ത ഐഫോൺ വാങ്ങിക്കാം. കാരണം നമ്മുടെ അടുത്ത് കയ്യിൽ 2 ലക്ഷം രൂപ കയ്യിലിരിക്കല്ലേ. 2 ലക്ഷം രൂപ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാശിലാക്കി വാങ്ങിക്കഴിഞ്ഞാൽ ആ 2 ലക്ഷം രൂപ അക്യൂമുലേറ്റ് ചെയ്തതിൻ്റെ ഒരു റിവാർഡായിട്ട് കരുതിയാൽ പോരെ.
അതെ അതെ അതെ. അപ്പം നമ്മൾ ഇങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്കെപ്പോഴും ഒരു ഇൻകം കിട്ടുമ്പോൾ നമ്മൾ ആ ഇൻകത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടൊന്ന് നമ്മൾ തയ്യാറാണോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഐഫോൺ വാങ്ങിയത്, ഇനി അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ വീട്ടിലൊക്കെ നമ്മുടെ ഫുഡൊക്കെ ഡെലിവറി ചെയ്യാൻ വരുന്ന കുട്ടികളുടെ അടുത്തൊക്കെ നല്ല വലിയ ബൈക്കൊക്കെ ഇരിക്കുന്ന കാണാറുണ്ട്. ഇതൊക്കെ മിക്കതും വീട്ടിലൊക്കെ തല്ലിടിച്ചിട്ട് EMI-ലാണ് വാങ്ങിയേക്കണത്. അപ്പോൾ ഒരു ചെറിയ ബൈക്ക് വാങ്ങിയിട്ട് ഇതേമാതിരി ബാക്കി വരുന്ന EMI നിങ്ങൾ SIP-യിലേക്ക് അടക്കി, അല്ലെങ്കിൽ ഇത് വാങ്ങാനായിട്ട് കുറച്ച് ഡിലേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് കാര്യവും നടക്കും, എന്നാൽ നമ്മുടെ അടുത്തൊരു ബാക്കപ്പ് പൈസയും ഉണ്ടാവും. അങ്ങനെ ഒന്ന് മാനേജ് ചെയ്താൽ കറക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശമ്പളം എത്രയാണോ എന്നുള്ളത് അതിന് ഡിഫൈൻ ചെയ്തൊന്ന് അഫോർഡബിലിറ്റി ആക്കിയിട്ട് ചിലവ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മുടെ ശമ്പളം ഉള്ളപ്പോൾ ഉയർന്ന രീതി തിങ്ക് ചെയ്യാൻ പഠിച്ചോ, ദാറ്റ്സ് ഓക്കെ. പക്ഷേ നമ്മുടെ അടുത്തുള്ള എന്താ പറയുക വസ്ത്രവും നമ്മുടെ അടുത്തുള്ള ഫോണും നമ്മുടെ അടുത്തുള്ള ബൈക്കും കാണിച്ചിട്ട് നമ്മൾ വലിയ ചിന്താഗതിയാണെന്ന് കാണിക്കണ്ട. ഇതെല്ലാനും ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാ. ഇപ്പൊ നമ്മൾ ഈ കടം വാങ്ങിയ സാധനം കട്ടുകൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ പോയി. അപ്പൊ ഇതൊന്ന് നമ്മളൊന്ന് മര്യാദയ്ക്ക് ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടാക്കുക. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പറയും ഒരു പയ്യന് ഐഫോൺ വാങ്ങാനുള്ള ആഗ്രഹം നിങ്ങൾ തകർത്തു അല്ലെങ്കിൽ ചീത്തയാണെന്ന് വിചാരിക്കണതല്ല ഇവിടുത്തെ വിഷയം. പറഞ്ഞാൽ ഐഫോൺ വാങ്ങിക്കോളൂ, നമുക്ക് ഒന്ന് സമ്പാദിച്ചിട്ട് ആ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ ഐഫോൺ വാങ്ങിക്കോളൂ. അതിനു മുന്നേ നമ്മളൊന്ന് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. ഒരു പക്ഷേ ഈ ഇങ്ങനത്തെ ഗാഡ്ജറ്റുകൾ വാങ്ങിക്കുന്നതെല്ലാം ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിക്കുന്നതാണ്. അല്ലാണ്ട് അതിൻ്റെ ഒരു ഇപ്പം ഞാനിപ്പോൾ ഐഫോൺ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഫോട്ടോ എടുക്കാനാണ്. അല്ലെങ്കിൽ ഞാൻ ഐഫോൺ വാങ്ങിക്കില്ല, എനിക്ക് ഐഫോണിൻ്റെ ആവശ്യമില്ല, ഫോട്ടോ എടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള പരിപാടി. അപ്പോൾ ചില ആളുകൾ ഒരു പ്രസ്റ്റീജ് എൻ്റെ ഐഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന. ഇപ്പോൾ അതിൻ്റെ ഐഫോണിന് എത്ര വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഐഫോണിനേക്കാളും കൂടുതൽ പൈസ നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ വന്നിട്ടുണ്ടോ? അല്ല, ഞാനത് ഉപയോഗിച്ച് ആ സാധനത്തിന് ഉപയോഗിച്ചു എന്നുള്ള റിയാലിറ്റി അത് ശരി. അപ്പം അല്ല, ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഐഫോണിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇബാദിൻ്റെ ഇവിടെ ആരെങ്കിലും തിരക്കുള്ള ടൈമിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യും ഐഫോണിലാണ് എല്ലാ ഷൂട്ടും ചെയ്തിട്ടുള്ളത്. യൂട്ടിലിറ്റി ഉണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി. അതെ. അപ്പൊ അതില്ലാതെ വെറുതെ ഒരു ഷോക്ക് മാത്രം കൊണ്ട് കാര്യമൊന്നുമില്ല. അതെ. എന്തായാലും EMI-ൽ ഫോൺ വാങ്ങിക്കാൻ ഐഫോണോ നിങ്ങൾ എന്താ വാങ്ങിച്ചോ, നിങ്ങളുടെ ആഗ്രഹം നടക്കണം. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതെ. EMI അടയ്ക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇനി ദയവേത് EMI അടയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് SIP അടയ്ക്കാനുള്ള കഴിവ് നിങ്ങളുടെ ആഗ്രഹം ഒന്ന് ഡിലേ ചെയ്താൽ മാത്രം.